രാജ്കുമാർ, എന്തോ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ചില പേരുകൾക്കൊരു ഗുണമുണ്ട്. കാരണം എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു അംഗീകാരം കിട്ടുന്ന ചില പേരുകളുണ്ട്. പ്രഭാകർ എന്ന് പറഞ്ഞ രാജ്കുമാർ. അതെ, കന്നഡയിലുണ്ട്, തമിഴ്, ഹിന്ദി, എവിടെ പോയി കഴിഞ്ഞാലും അതെ. തുടക്കം ഒരു പാട്ട് വെച്ച് തന്നെ നമുക്കങ്ങ് അലക്കാം. ഓക്കെ, തീർച്ചയായും. റെഡി. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഒരു സോളോ എൻ്റെ പാട്ട് വന്നത് പത്മ എന്നുള്ള മൂവിയിലാണ്. പത്മ, നമ്മുടെ അനൂപ് മേനോന്റെ. അതെ അതെ അതെ. പിന്നെ നല്ല പാട്ടായിരിക്കും, കാരണം അനൂപ് മേനോന് ഭയങ്കര സെൻസാണ്. അദ്ദേഹം എഴുതിയതാണോ? അതെ അതെ. ആ, അദ്ദേഹം എഴുതിയതാണ്. ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആഹാ, ആ, രാജ്കുമാറും അഭിനയിച്ചിട്ടുണ്ട്, ആ. പാടിയിട്ടുണ്ട്. ഓ, അത് ശരി. അതെ. മൗനത്തിൻ പൂങ്കവിളിൽ നാണത്തിൻ്റെ മുല്ല മലർക്കൊടിയോ ആ, വാതിൽക്കൽ വന്നൊളിക്കും പൂവേലിൻ തങ്കച്ചിലമ്പൊലിയോ സോഷ്. വിണ്ണിൽ പായും മിന്നൽ നാളം നിന്നനുരാഗം പെയ്യും നേരം സബാഷ്. ആരോരും അറിയാതെ കാലങ്ങളറിയാതെ നെഞ്ചിൽ നോവാ എന്നും ആ, മൗനത്തിൻ പൂങ്കവീളിൽ ആ. നാണത്തിൻ്റെ മുല്ല മലർക്കൊടിയോ. സബാഷ്, 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 സബാഷ്. താങ്ക് യു. ഫാന്റാസ്റ്റിക്. ചില പോർഷൻസ് ഒക്കെ വരുമ്പോൾ ആ അക്ഷരങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫീൽ. വെരി ഗുഡ്. താങ്ക് യു. കാരണം അതാണ് ഒരു സിംഗർക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കേടു. താങ്ക് യു സോ മച്ച്. ദിനേഷ്, ഈ ഹിന്ദി വെബ് സീരീസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. അതിനെക്കുറിച്ച് എന്താണ്? അതായത് ഇപ്പോൾ ഈ മാറിയ കാലഘട്ടത്തിൽ വന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വെബ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇതൊരു സംശയമുണ്ട്, വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ സീരിയലാണോ ഇനിയിപ്പോൾ? അത് ഇതെന്താണ് സംഭവം? സിനിമയല്ല, എന്നാൽ സീരിയലും അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന എന്തോ ഒരു സംഭവമാണ്. ഈ ചിലർ മറ്റേ ജുബ്ബ ഇടുമ്പോൾ ഫുൾ കൈയോ അല്ല ഹാഫ് കൈയോ അല്ല, അത് ഇവിടം വരെ വെച്ച് വെട്ടി നിർത്തില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും പരിപാടിയാണോ എന്നൊരു. അപ്പോൾ എന്നെ ഇതിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ബോംബെയിൽ നിന്നൊരു വെബ് സീരീസിൽ. അപ്പോൾ ഒരു ഫോൺ കോളിൽ ഓഡീഷനാണ് വരുന്നത്. മൊബൈലിൽ ഒരു സീൻ ചെയ്ത് അയക്കാൻ പറയുന്നു. അപ്പോൾ നോർമലി അങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് ഞാനത് ചെയ്ത് അയക്കുന്നു. അപ്പോൾ പറയും നിങ്ങൾ സെലക്ട് ആയി എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ സെലക്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ കൗതുകം, എന്താണ് സംഭവം? അപ്പോൾ ആദ്യ ദിവസം തന്നെ ഷൂട്ടിങ് കടലിലായിരുന്നു. അപ്പോൾ ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ പോയിട്ട് കടലിൽ രാവിലെ വൈകിട്ട് വരെ വെയിലത്ത് ഓപ്പൺ ഡെക്കിലാണ് ഷൂട്ട്. അപ്പോൾ നല്ല വേനൽക്കാലത്തുമാണ്. അപ്പോൾ എന്താണെന്ന് അവിടെ ചെന്നപ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോൾ എനിക്ക് ഒരു വ്യത്യാസം, സിനിമ എങ്ങനെയാണോ ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്നെ ഈ ആദ്യം വിളിച്ച് ഫാമിലി മാൻ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ മനോജ് ബാജ്പേയി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അതിൽ ലീഡ് റോൾ ചെയ്യുന്നത്. ഇത് നമ്മളൊരു ടെററിസ്റ്റിൻ്റെ റോളായിരുന്നു. അപ്പോൾ ചെന്ന് അപ്പോൾ അഭിനയിച്ചപ്പോൾ മനസ്സിലായി ഇതൊക്കെ നോർമൽ, ഇതൊക്കെ തന്നെയാണെന്നുള്ളത്. പക്ഷേ ഇത് എന്താവും ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇതിൻ്റെ ടോട്ടൽ കഥ എന്താവും നമുക്ക് ഈ പറഞ്ഞ പോലെ ചോദിക്കാനും പറ്റില്ല, അറിയില്ല. ഷൂട്ട് കഴിഞ്ഞൊരു 1.5-2 വർഷം കഴിഞ്ഞപ്പോഴത് റിലീസാവുന്നത്. അപ്പോഴും നമ്മൾ ഏതോ സാധനം റിലീസാവുന്നത്. റിലീസായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറി. എല്ലാവരും ഫോൺ വിളിച്ച് ഫാമിലി മാനിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട്, അതിനെന്താണ് ഇത്? ഞാനൊരു 2-3 എപ്പിസോഡിലുള്ളൂ. ഗംഭീര സംഭവം. ഞാൻ പറയാം ഗംഭീര സംഭവം. അങ്ങനെ ഞാനിതിരുന്ന് കാണുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് സംഭവം കൊള്ളാം. ഇതൊരു 9 എപ്പിസോഡിൽ കണ്ടാൽ ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഞാൻ കടലിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഥകളൊക്കെ ഉണ്ടാക്കി, നമ്മൾ കുറച്ച് വെയിലൊക്കെ കൊണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കഥയൊക്കെ ഉണ്ടാക്കി പറയാൻ തുടങ്ങി. അങ്ങനെ ആ സംഭവം ഭയങ്കര ഹിറ്റായി. അതിൻ്റെ 2nd സീസൺ വന്നു. ഇപ്പം അതിൻ്റെ 3rd സീസൺ വരിക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെയൊക്കെ ക്യാരക്ടർ ഫസ്റ്റ് സീസണിൽ തന്നെ മരണപ്പെട്ടു. മരിച്ച ആളെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ആ സംഭവം ക്ലിക്കായി. പക്ഷെ അതിലൂടെ ഉണ്ടായ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേറൊരു വെബ് സീരീസിലേക്ക് വിളിച്ചു. ഹിന്ദി തന്നെ. ഇപ്പൊ തെലുങ്കും തമിഴുമായി. നെക്സ്റ്റ് ഈസ് മലയാളം. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ലീഡിങ് പ്രിയൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സൈൻ ചെയ്തിട്ടുണ്ട് ഇത്തരം പരിപാടികൾക്ക് വേണ്ടിയിട്ട്. ഉടനെ തന്നെ നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ ആമസോണിലോ മലയാളം വെബ് സീരീസ് എത്തും. വളരെ ഇഷ്ടമുള്ള സിനിമയാണത്. ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. കാരണം എനിക്ക് ദിനേശ് ഏട്ടൻ ചെയ്തതിൽ ഇപ്പോൾ ഓഫ് കോഴ്സ് പത്മ OTT വരാൻ പോവാണ്. പത്മ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല പ്രിസിഷൻ കിട്ടാവുന്നൊരു വേഷമാണ്. പക്ഷെ അതിനു മുമ്പ് ദിനേശ് ഏട്ടൻ ചെയ്ത റോളുകളിൽ എനിക്ക് വളരെ ഇമോഷണലായിട്ട് കണക്ട് ചെയ്തൊരു റോളായിരുന്നു. അപ്പോൾ രാജ്കുമാർ ശാസ്ത്രീയമായിട്ട് സംഗീതമൊന്നും പഠിച്ചിട്ടില്ല? ശാസ്ത്രമായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കലാഭവനിൽ കുറച്ച് മാസങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അത്രത്തോളം ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല ആ ഒരു കോളേജ് കാലഘട്ടത്തിൽ. അതിനുശേഷം പിന്നെ സീരിയസ് ആയിട്ടൊന്ന് പഠിക്കണം എന്ന് ആഗ്രഹിച്ച സമയത്ത് പിന്നെ വീട്ടിലെ കുറച്ച് പേഴ്സണൽ ഇതുകൊണ്ട് പാർട്ടിയിൽ നിന്നൊക്കെ അവിവാഹിതനാണ്. പാർട്ടിയിൽ നിന്നൊക്കെ മാറി ജോലിയായിട്ടൊക്കെ അങ്ങനെ പോകേണ്ടി വന്നു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് സ്മ്യൂൾ എന്നുള്ളൊരു ആപ്പ് കാരണമാണ് തിരിച്ച് പാട്ടിലേക്ക്. അതിലേതാണ് ഹിറ്റായ ഒരു പാട്ട്? അതിൽ
പ്രേമോദാരനായി അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പ്രേമോദാരന അണയൂ നാഥ പനി നിലാവലയിലൊഴുകുമീ അനഘരാസരാഗ ലയശൂന്യമായിതാ പ്രേമോദാരന അണയൂ നാഥ. ക്ലാസിക്കൽ പഠിക്കാതെ പാടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ രാഗ ബേസ്ഡ് ആണ്. അതെ. അപ്പോൾ അതൊരു ജന്മനാലുള്ളൊരു അത് കേട്ട് സാറിൻ്റെ ആണെങ്കിലും ദാസേട്ടൻ്റെ ആണെങ്കിലും ഒക്കെ പാട്ടുകളാണ് നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്നത്. സംഗീതം പഠിക്കണമെന്നൊന്നുമില്ല. കാരണം ജന്മനാലുണ്ടെങ്കിലും അത് നമുക്ക് പാടാൻ സാധിക്കും.